അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ പണ്ട് മുതലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വീഡിയോൻ്റെ ക്ലിയർ കൂട്ടാനും എന്താ പറയുക, വീഡിയോയിൽ സൗണ്ട് കിട്ടുന്നില്ല, ചുറ്റുമുള്ള സൗണ്ടുകളൊക്കെ നല്ല കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊന്ന് റോഡ് മെക്കാണ് വീഡിയോ എടുക്കാൻ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ആ റോഡിൻ്റെ സൗണ്ട് കുറച്ച് കിട്ടുന്നുണ്ടെങ്കിലും ആ റോഡിൻ്റെ സൗണ്ടും കണ്ടമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ കാര്യമാണ് ഫോണൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു ഐഫോണിലേക്ക് എത്തിക്കാൻ. പക്ഷെ ഐഫോൺ എന്ന് പറഞ്ഞാൽ എത്രയോ ഡിസ്റ്റൻസ് ഉള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ അങ്ങോട്ട് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ നോക്കിയാൽ തന്നെ നമുക്ക് ആ റേഞ്ചിലുള്ള പൈസ റെഡി ആയിട്ടില്ല നിലവിൽ. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ തന്നെ ഒരു 30 മുതൽ അങ്ങോട്ട് 30 മുതലുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ പണ്ടുള്ളതിനെക്കാട്ടിയും അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പണ്ടത്തെ ക്യാമറ അല്ല, ഇപ്പോഴത്തെ ക്യാമറ പണ്ട് പറ്റ ക്ലിയർ ആവുമായിരുന്നു. ഇപ്പോൾ ലെവൽ കൂട്ടി നമ്മൾ പുതിയ ഫോൺ എടുത്ത് അങ്ങനെ ഇതിലാണ് ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ ഉണ്ട്. അപ്പോൾ ആ ഇത് വെച്ചിട്ട് അപ്പോൾ ഈ ഫോൺ എടുത്തപ്പോൾ ഇതിൻ്റെ സൗണ്ട് കിട്ടുന്നില്ല എന്നല്ല, സൗണ്ട് കിട്ടുന്നുണ്ട്, നല്ല റോഡിൻ്റെ ചുറ്റുമുള്ള സൗണ്ടും നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ വോയിസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റാത്ത വിധത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഇത് പറഞ്ഞു നിർത്തില്ല, കുറേ അവസാനം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അവസാനം കാണിച്ചു തരാം. ഇതാട്ടോ കാണണ്ടാവും വിചാരിക്കുന്നത്, ഒരു മൈക്ക് എടുത്തതാണ്. അപ്പോൾ ഇത് നല്ല മൈക്കാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയല്ല, ഞാൻ കടയിൽ നിന്ന് ഒരു എടുത്ത് വന്നപ്പോൾ ഉപയോഗിച്ച് നോക്കി, നല്ല സാധനമാണ്. ഉണ്ടോ വയർലെസ് മൈക്രോഫോൺ. ഇതിൻ്റെ കമ്പനി ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. വയർലെസ് മൈക്രോഫോൺ നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ എന്തായാലും അൺബോക്സിങ് വീഡിയോ ആക്കി കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും നേരെ അൺബോക്സിങ് വീഡിയോ. ഇതാട്ടോ നമ്മളെ ബോക്സ്. ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഇതാണ് മൈക്ക്, 2 മൈക്ക്. പിന്നെ ഇവിടെ ഈ ബോക്സുമ്പോൾ തന്നെ ഇത് കാണിക്കട്ടോ, അതിലെത്ര ഈ ബോക്സാണ് നമ്മൾ ചാർജ് ആക്കേണ്ടത്. ഇത് പിന്നെ ബോക്സ് ചാർജറിന് എടുത്തു കഴിഞ്ഞാൽ ഇത് അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ 2 മൈക്കും ചാർജ് ആവും. പിന്നെ ഇതിൽ ചാർജ് പറയുമ്പോൾ നമ്മൾ ചാർജർ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ ചാർജർ കയറ്റിയാൽ മതി. ഈ സൈഡിൽ ഇത് അതേമാതിരി C ടൈപ്പിൻ്റെ ഫോണ് C ടൈപ്പ് ആയതുകൊണ്ട് ഇതാട്ടോ, ഇതാണ് പ്രയോജനം. ഇവിടെ C ടൈപ്പ് ആയതുകൊണ്ട്. പിന്നെ ഐഫോണിന് വേറെ ഉണ്ട്, കണ്ടില്ലേ അതിനോട്. പിന്നെ കളറ് 2 കളറുണ്ട്. നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കളറാട്ടോ. കളർ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ഈ കളർ. പിന്നെ എന്താ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലഗ് ആൻഡ് പ്ലേ 20 മീറ്റർ. അതായത് എന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ഫോണിപ്പോൾ ഇത്ര അകലം വെച്ച് സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. എന്നാലും ഫോണിപ്പോൾ ഇത്രയും ദൂരമാണെങ്കിലും ഞാൻ ഏകദേശം കുറച്ച് അവിടെ വരെ മാറിയിരുന്നാലും നിങ്ങൾക്ക് സൗണ്ട് കിട്ടും. അത് ഇതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. സംഭവം ക്യാമറയിൽ ക്ലിയർ ആയില്ല. പ്രിസൈസ് റേഡിയോ സംഭവമൊന്നും കത്തിയിട്ടില്ല. എന്തായാലും ഇത് ഫുള്ളായിട്ട് കാണിക്കാൻ തന്നാൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും അൺബോക്സിങ് പ്രോസസ്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അടിയിൽ ഓപ്പണിങ് ഏരിയ ഉണ്ട്. ഇങ്ങനെ നോക്കുക, ഇതിന് ആവശ്യമുള്ള സാധനം കേട്ടോ, അതാണ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ മൈക്ക് വരുന്നത്. ഇത് ചാർജറാണ്, ചാർജറിൻ്റെ ബോക്സാണിത്. ഇത് മൈക്കിൻ്റെ ബോക്സ്, മൈക്ക് ഉള്ളിലാണുള്ളത്. അപ്പോൾ നമ്മൾ മൈക്ക് മെല്ലെ ഊരുന്നു അല്ലേ. ഇതാട്ടോ മൈക്ക് അവിടെ ഒക്കെ തന്നെ. ഇനി എന്തൊക്കെ ബോക്സിൽ കാണിച്ചുതരാം. ബോക്സിൽ ഇനിയൊരു നിൽക്കാനുള്ള മൈക്കിൻ്റെ ബോക്സ് നിൽക്കാനുള്ള ഒരു തെർമോകോൾ പറ്റി. പിന്നെ നമുക്ക് ഒരു യൂസർ മാനുവൽ, ചെറിയൊരു യൂസർ മാനുവൽ കിട്ടിയിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നാണ് കൊടുത്തത്. ബട്ട് ഗൈസ് ഓക്കെ, ഇത് ഫുള്ള് ചൈന ഭാഷയാട്ടോ, ചൈനയാണ് സാധനം. ബട്ട് വിശ്വസിക്കാം എന്ന് തോന്നുന്നു, അറിയില്ല. ഇനി ഒരു 1-2 ആഴ്ച ശേഷം ഈ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ഇംഗ്ലീഷ് കൊടുക്കുന്നു. ഇത് വായിച്ചു കഴിഞ്ഞാൽ കത്തും. ഇതെന്തായാലും നമ്മളിപ്പോഴും നോക്കുന്നില്ല. നമുക്ക് ഏകദേശം ഒരു പിടി അവിടുന്ന് കടയിൽ നിന്ന് മുപ്പരാൾ ചെയ്ത് തന്നു. ഏകദേശം ഒരു പിടി ഉണ്ട്. യൂസറിനെ കടയിൽ നിന്ന് കിട്ടുന്നത് കിടക്കട്ടെ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ചാർജർ. ഇത് നല്ലൊരു ബോക്സ്,
അതുവരെ ചൈനേൻ്റെ സാധനം വാങ്ങിച്ചിട്ട് ഇത്രയും നല്ല പാക്കിങ്ങും അതൊക്കെ ഇത്രയും ഒരു പാക്കിങ്ങും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചൈനേൻ്റെ. ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, കയറുക ഉണ്ടാവും, പക്ഷേ ഇതിൽ ഞാൻ വാങ്ങിച്ചതിലാണ് ഞാൻ വന്നിട്ട് നല്ല പാക്കിങ് ഞാൻ കണ്ടില്ല കേട്ടോ. ഒരു ബോക്സിൽ തന്നെ, അല്ലെങ്കിൽ ഈ ചാർജർ നേരെ ബോക്സ് കയറ്റി മതി, ഇത് വേറൊരു ബോക്സാക്കി അതിൻ്റെ ചാർജർ എന്തായാലും നമുക്ക് നോക്കാം. സി ടൈപ്പ് തന്നെയാണ് ചാർജർ, ഈ ടൈപ്പ് നോക്കാം. ബോക്സിൽ തന്നെ ഓടുക. അപ്പോൾ അതേ സാധാ ഒരു നമ്മൾ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറൊക്കെ വാങ്ങുമ്പോൾ ഇതേമാതിരത്തെ ചാർജറാണ് നമുക്ക് കിട്ടുക, ചെറിയ ചാർജർ. അതുമല്ല നമ്മളെ ഫോണിൻ്റെ വെള്ള കട്ട ഉണ്ടല്ലേ ചാർജിങ് ബോക്സ്, അതിലേക്ക് ഇതിൽ വെച്ചിട്ട് ചാർജ് ആക്കാൻ മതി. അപ്പം എന്തായാലും ഇനി മൈക്ക് ഞാൻ കാണിച്ചു തരാം. മൈക്ക് വേരിയൻ്റ് ശ്രദ്ധിച്ചെടുക്കണം. എന്നു പറഞ്ഞാൽ ഓരോന്നിഞ്ഞ് ഉണ്ടല്ലോ, നമ്മൾ ഓരോന്നിഞ്ഞ് അപ്ഡേറ്റ് ചാനലിൽ വന്നുകൊണ്ടിരിക്കും. ഇവിടെ കേട്ടോ ചാർജ് എത്ര ഉണ്ടെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം വലിയ. ഇവിടെ ചാർജിങ് പോയിൻറ്റും കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ കുറവാണ്. ഇവിടെ ചാർജിങ് പോയിൻ്റ് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഉണ്ടല്ലോ ഗൈസ്, തുറന്നപ്പോൾ തന്നെ ഇതാണ് ഫോണിൽ പ്ലഗ് ചെയ്യാനുള്ള സാധനം. ഫോണിൻ്റെ ചാർജിങ് ബോർഡിൽ ഇത് പ്ലഗ് ചെയ്യുക, രണ്ട് മൈക്ക്. അപ്പം എന്തായാലും ചെറിയ മൈക്ക് ഇതാണ് നമ്മളെ മൈക്ക് വരുന്നത് ഗൈസ്. ഈ ലൈറ്റ് എത്തിയില്ല, ഇത് ഇനി ഈ സാധനം ഫോണിലേക്ക് കുത്തി കഴിഞ്ഞാൽ ഇത് കണക്റ്റ് ആവും. അപ്പോൾ ഈ ലൈറ്റ് സ്തംഭിച്ചാൽ മതി നിൽക്കും. അപ്പോൾ ഈ രണ്ട് മൈക്കുണ്ട്. ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാൻ പറ്റും. ചാർജ് നോക്കിയേ 19. ഇപ്പോൾ 19 കാണിക്കുന്നത്. അപ്പോൾ 18. മൈക്ക് ചാർജ് ആവുകയാണ്. മൈക്ക് ഓൾറെഡി ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. ബോക്സിൽ ചാർജ് കുറവാണ്. ഈ ബോക്സിൽ ചാർജ് ആക്കിയാലേ പിന്നെ മൈക്ക് അതിലേക്ക് വെക്കുമ്പോൾ ചാർജ് ആവുള്ളൂ. ബോക്സിൽ ലോ ആവുന്നുണ്ട്. എന്തായാലും നമുക്കിത് കുത്തി വെക്കണം കേട്ടോ, കുറച്ച് നേരം കുത്തി വെക്കണം. ഞാൻ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടാണ് ഈ മൈക്കിൽ വെച്ചിട്ട് ഇനി പറയണ ഒരു വീഡിയോ എടുത്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വീഡിയോ ഉണ്ടെന്ന്, അല്ല എത്ര സൗണ്ട് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഈ മൈക്ക് വെച്ചിട്ട് തരാം കേട്ടോ. 3 hours later. അപ്പോൾ ഗൈസ് സൗണ്ട് ഉണ്ടല്ലേ, മൈക്കിൻ്റെ ലൈറ്റ് അവിടെ നിന്നിട്ടോ. സൗണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? സൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കും പറയാം. ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സൗണ്ട് ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അവിടെ നിൽക്കണം ഫോണിൻ്റെ അടുത്ത് നിന്ന് എത്ര അകലെ ഉള്ളത്. അപ്പോൾ ഉണ്ടല്ലോ, അത്രയും വിട്ടുന്ന നിങ്ങൾക്ക് ഇത്രയും സൗണ്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ക്വാളിറ്റി. 20 മീറ്റർ അകം അത് പോകും. ഞാനിപ്പോൾ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് നിന്നാലും എവിടെ പോയാലും ഈ ഫോണ് വിട്ടിട്ട് 20 മീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല സൗണ്ടിൽ കിട്ടും. ഒരു നല്ല ക്വാളിറ്റിയാണ്. ഇനി മൈക്കിൽ ചാർജ് ആക്കട്ടെ. നാളെ നമ്മളെ ഒരു ലുലു പോണ ഒരു വീഡിയോ ഇടണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മളെ അശ്വിനും ഉണ്ടാവും. ഓൻ KFC കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പരാജയം തീർത്തു കൊടുക്കാൻ നമുക്ക്. പിന്നെ ഗൈസ് ഇതിൻ്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറയാനുള്ളത്, ഞാൻ നേരത്തെ ഈ മൈക്ക് യൂസ് ചെയ്യണതിൻ്റെ മുന്നേ എടുത്ത വീഡിയോകൾ കണ്ടല്ലോ, അതിൽ ഈ ഫാന് കറങ്ങണതിൻ്റെ ശബ്ദവും പുറമെ കേൾക്കണ ശബ്ദമൊക്കെ വിട്ടിട്ടുണ്ടാവും അറിയാം. പക്ഷേ ഈ മൈക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അറിയാം എത്രത്തോളം എഫക്റ്റ് ഉണ്ട്. എന്നാൽ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ഇവിടെ ഇടാം. നേരത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോയും കൂടി ഒന്നും കൂടി വേണമെങ്കിൽ ഇടാം. നേരത്തെ ഈ ഫാന് ഇറങ്ങുന്നത് വരെ ശബ്ദം അതിൽ പിടിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നോക്കണം വ്യത്യാസം, എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കണം. ഉണ്ടല്ലേ, അതാണ് ഈ മൈക്ക് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ച് ക്യാഷൊക്കെ ആയിക്കോട്ടെ വിചാരിച്ച് ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയും വരും കേട്ടോ. ഇനിയും ക്ലിയർ ഇട്ടില്ല, ഇനിയും കുറേ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആണ് ഇപ്പോഴും പറയാനുള്ളത്. നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1K ആണ്. ഓക്കെ, 1K ഈ ഇയറിൽ, ഈ
2026 1K അടിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മളിതുമായിട്ടുള്ള ഇനിയും വീഡിയോസ് ഇറക്കുന്നതാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.